ഹായ് ഗൈസ്, ഞങ്ങൾ പിന്നെയും വന്നു കേട്ടോ. വെറൈറ്റി ഫാമിലി വീണ്ടും വന്നു മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട്. നമുക്ക് നോക്കിയാൽ എന്നാ ഉണ്ടാക്കാൻ പോണേന്ന്. അപ്പം ഇന്ന് എന്നാണ് ഉണ്ടാക്കാൻ പോണേ? ബീഫ് ബിരിയാണി. അപ്പം ഇന്നത്തെ മെനു എന്താന്ന് വെച്ചാൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. ഓ, ഇങ്ങനെ വരിക. ഒരു കിലോ ബീഫ് വേവിച്ച് മഞ്ഞളും ഇതാ വീഡിയോയിൽ ചെറിയൊരു സംഭവം വന്നാണ്. തുടക്കക്കാരാണ്, ആദ്യം എടുത്ത് വെച്ചു. ഇപ്പൊ ഞങ്ങൾ എടുക്കാത്തോണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ബീഫ് എല്ലാം വെച്ച് എന്താ ഉപ്പും മഞ്ഞളും വെച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി എണ്ണയാണ് കേട്ടോ. ഇതിന്റെ എണ്ണ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെന്താ ഉള്ളി വറുത്തത്, പിന്നെ മല്ലിച്ചപ്പും പൊതിനയും അതിക്ക് വേണ്ട സംഭവങ്ങൾ. ഉള്ളി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. തക്കാളി, ഒരു മുറി നാരങ്ങ, പിന്നെ നമ്മളെ എന്താ പറയുക ഏലക്കായ. എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏലക്കായും ഗ്രാമ്പും ആ സംഭവങ്ങളൊക്കെ പൊടിച്ച് വെച്ചത്. പിന്നെ നമ്മളെ ഇറച്ചി വറ്റിച്ച ബാക്കിയുള്ള വെള്ളം നമ്മളതിന് പൊയ്ക്കുന്നതായിരിക്കും. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി പഞ്ചസാര ഇടും ഞാൻ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളക്, ഗരം മസാല, പിന്നെ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ച് വെച്ചത്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളിതൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇറച്ചിയിലേക്ക് മസാല കൂട്ടാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഇതിവിടെ മാറ്റി വെക്കുക. സ്പൂൺ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്ര സൗകര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഈ സവാളയൊക്കെ ഇടാൻ പോവാണ്. അപ്പൊ നമ്മള് ഉള്ളി ഇതൊക്കെ ഒരുമിച്ചുള്ളതുകൊണ്ട് ഒരുമിച്ച് ഇടാൻ പോവാണ്. മാക്സിമം കൈ വെച്ച് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിട്ടു. ഇനി ഓരോന്നോരായിട്ട് നമ്മളെ പൊടിച്ച് വെച്ച സംഭവങ്ങൾ അത് ഇത്തിരി ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ അതിന് മേലെ കൂടി ഇടണ്ടല്ലേ. ഇത്തിരി ഇട്ടു കുറച്ച്. പിന്നെ നമ്മളെ ചോറിടുമ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ പൊടി ഐറ്റംസ് ഒക്കെ ഇടുക. കുരുമുളക് എരിവ് കുറച്ച് മതി ഞങ്ങൾക്ക്. പിന്നെ നമ്മളെ ഇത്തിരി മല്ലിപ്പൊടി, ഇട്ടു. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നിനക്കറിയാലോ ഇതൊക്കെ ഇടും. അത് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് കുഴക്കുമ്പോൾ കാണിച്ചു തരാം. ശരി. അപ്പോൾ ഏകദേശം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇറച്ചിയിലേക്ക് ഉപ്പ് ശകലം ഇട്ടാൽ മതി. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ. അതൊക്കെ ഫുള്ളായിട്ടാണ് ഇടുക. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആണോ? കൈ മുറിക്കല്ലേ. വെറുതെ അറിയണം കേട്ടോ. നല്ല മണം ഉണ്ട് ഇഞ്ചി അതിന്റെ പേസ്റ്റിന്റെ. മുക്കിൽ കയറി പോലെ തുടങ്ങി മണം വരുന്നുണ്ട്. ഇങ്ങനെ ഇത്തിരി പഞ്ചസാര ഇടുക. കുറച്ച് ഉപ്പ് ന്യൂട്രലൈസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര. അങ്ങനെയാണോ എനിക്ക് അറിയില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇനി ഇടാം. പിന്നെ നമ്മുടെ ഇല ഐറ്റംസ് ബാക്കി നമ്മളെ ഇലകൾ ഇടുന്നു കുറച്ച്. പിന്നെ നമുക്ക് ചോറിലിടാൻ വേണ്ടി കൊത്തിമീര, പുതിന, കറിവേപ്പില. ഇനി നമ്മളെ വറുത്ത് വെച്ച് സവാള ഇത്തിരി ഇടുക. മൊത്തം ഉണ്ടല്ലേ? കുറേശ്ശെ ഇടാം. എന്നിട്ട് പിന്നെ നമ്മളെ നാരങ്ങ പിയ്യ. അതാണ് ട്രംപ് കാർഡ് ഐറ്റം. നാരങ്ങ പിയ്യണം. കുരു പെടാതെ നോക്കണം. പക്ഷെ ഇതിലൊരു കുരു ചാടിയിട്ടുണ്ട്. അത് ആരെങ്കിലും കടിക്കുമ്പോൾ കിട്ടിക്കോളും. അത് വെല്ലെടുത്ത് മാറ്റുക. പിന്നെയും ചാടിയിട്ടുണ്ടല്ലോ കുരു മൊത്തം ചാടണം അതിനകത്തേക്ക്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇതാണ് നാരങ്ങ വരുന്നുണ്ട് കുരു. അപ്പൊ കുരു നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റണം. കുരു വീണ്ടും ചടി കുരു. ഇത് മൊത്തം കുരുച്ചാട്ടല്ലോ. ഇത് കുരു തന്നെ ഉള്ളല്ലോ. അല്ലെങ്കിൽ നാരങ്ങയിൽ കുരു പിന്നെയും ചാടി. ഗ്രീൻ കുട്ടിച്ചാത്ത കാണാനുള്ള രസമുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ നാരങ്ങ. നേരത്തെ ഇത്തിരി തൈര് ഒഴിക്കുന്നുണ്ട്. ഒരു കുഴക്കല്. ആ കുഴക്കല് കണ്ട കുറച്ച് കുടിക്കാൻ വെച്ചോ. ഒരു പാക്കറ്റും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചോറ്. പിന്നെ നമ്മളെ ഈ സംഭവം നമ്മള് വറുത്ത് കോരി എണ്ണ ഇല്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര എണ്ണ ഞാൻ അതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ വടിച്ചെടുക്കണം. നമ്മുടെ ചോറ് കാണാം നമുക്ക്. ഇതാണ് ചോറ്.
ഇനി അവസാനം കാണിച്ചോട്ട് കൈ മാറ്റിക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴക്കണം. കൈ വെച്ച് തന്നെ കുഴക്കണം. കൈ വെച്ച് കുഴക്കണുണ്ടോ? മഞ്ഞപ്പൊടി ഇത്തിരി കുറവുണ്ട് തോന്നുന്നു. വേണ്ട, ഇനി മഞ്ഞപ്പൊടി. അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കണം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട്. ഉള്ളിയും വണ്ടിപ്പരിപ്പൊക്കെ ഇതവിടെ കുത്തിരിപ്പുണ്ട്. ഇല കുറച്ച് ബാക്കിയുണ്ട്. ചോറിൻ്റെ കൂടെ മസാല കുറച്ച് ബാക്കിയുണ്ട്. യെസ്. അപ്പം നമ്മളിത് കഴിച്ച് ഇനി ചോറ് ഇടാണ് അതിനകത്തേക്ക്. ചോറ് പകുതി വേവിൽ ഊറ്റി വെച്ചതാണ്. ഇനി ഒരൊറ്റ വിസിലടിച്ചാൽ മതി, സംഭവം റെഡിയാവും. സംഭവം ഉഷാറായി അല്ലേ? നല്ല രസം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ദമ്മിടാൻ പോയി. ഒന്നും ഇല്ല കേട്ടോ. ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളിതൊക്കെ മിക്സ് ആക്കണേ. ഈ സംഭവങ്ങളൊക്കെ മിക്സ് ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആർക്കണ്ട് ഓടിച്ചു ഈ സാധനം ഇടും. എല്ലാം ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചെയ്യും. അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തോ. ഇങ്ങോട്ട് എന്നിട്ട് കുറച്ച് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബിരിയാണിയുടെ മോൾ ഭാഗം കാണാൻ സുന്ദരനായി. ലാസ്റ്റ് നമുക്ക് ലാസ്റ്റത്തെ ലെയറിൽ ഇട്ടാം. ഈ ഇങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ കേട്ടോ. എനിക്ക് അതിലേറൊന്നും പറയാനറിയില്ല. ഞാൻ വെറും ഒരു മലപ്പുറക്കാരിയാണ്. ഞാൻ കെട്ടിക്കണ വെറും മലപ്പുറത്ത് നിന്നാണ്. പിന്നെ ലാസ്റ്റ് മൊത്തം ഇങ്ങോട്ട് ഇടുക. മനസ്സിലായോ? വടിച്ച് ഇങ്ങോട്ട് എടുക്കുക. നമ്മള് വേസ്റ്റ് ആക്കരുത്. അതെ, മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായല്ലോ ഹൗ ടു എങ്ങനെ ഉണ്ടാക്കണ ഒരു ബീഫ് ബിരിയാണി ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും? സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായില്ലേ? ഹൗ ടു മേക്ക് എ ബീഫ് ബിരിയാണി, വാട്ട് ആർ ദ പ്രോട്ടോകോൾസ് വി ഹാവ് ടു ഫോളോ വൈൽ മേക്കിംഗ് എ ബീഫ് ബിരിയാണി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബീഫ് ബിരിയാണി, ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് മെനു. ആയിട്ടില്ല. വിസിലടിക്കണം. അപ്പൊ ഈ സംഭവം മൊത്തം ഇതിലേക്കാണ് എത്ര എന്നിട്ട് എന്ത് വേണം, പരിപാടി ഉണ്ട്. ഇതിന്റെ മുകളിൽ ഇനിയും പരിപാടി ഉണ്ട്. ഇനി ചെറിയൊരു പരിപാടി ഉണ്ട്. ആയ സ്ഥിതിക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ, ഇത്തിരി മഞ്ഞപ്പൊടി എടുക്കുക. നമുക്കൊന്ന് കണ്ടാലോ അതിന് മനോഹരമായിട്ടുള്ള ബിരിയാണി. ഇവിടെ കേട്ടോ കുറച്ച് നേരത്തിന്. നമുക്ക് ചെറിയ അടുക്കള കേട്ടോ, നമുക്ക് സൗകര്യം വളരെ കുറവാണ്. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി നമുക്കൊന്ന് സൂം ചെയ്ത് കണ്ടാലോ. എന്ത് രസ. ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതിന് മുകളിൽ കൂടെ മെല്ലാം അങ്ങോട്ട് ഒഴിക്കുക. മഞ്ഞപ്പൊടി എല്ലായിടത്തും ഉണ്ടല്ലേ? മതിയില്ലേ, ഇനി വെക്കല്ലേ? അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നാരങ്ങ ഇതും കൂടെ അങ്ങോട്ട് തീഞ്ഞു കൊടുക്കുക. മൊത്തം പിയ്യ. ഒരു കുരുവാടോ? ഇല്ല, കുരുല്ല, കുരു ചാടി ചാടി കഴിഞ്ഞിട്ട് ഒറ്റ ഇത്തിരി നീര് പോലെ അവിടെ വെക്കാൻ പാടില്ല. മൊത്തം തീക്ക് പിയ്യണം. മൊത്തം എടുക്കാം, അതിന്റെ ജ്യൂസ് മൊത്തം എടുക്കാം. അപ്പൊ നമുക്ക് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് ലെവലാക്കാം. ഒറ്റ വിസിൽ എന്താവും കാണിക്കണം. കൈ മാറ്റിക്ക. എന്താ രസം കാണാൻ. അപ്പൊ ലാസ്റ്റ് കാണാട്ടോ. ഇനി അത് വിസിലടിക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് നോക്കിയാൽ നമ്മുടെ ബിരിയാണി എന്തായാലും നോക്കിയാലോ. ദമ്മ് പൊട്ടിക്കുന്നു. പറഞ്ഞു എന്താ രസം. ചൂടുണ്ടല്ലോ. അപ്പൊ നമുക്ക് മാറ്റിയാലോ. അടുക്കളയാണ്. അടുക്കളയിൽ അങ്ങനെ പച്ചയും പുളിയൊക്കെ ഉണ്ടോ. നമ്മളെ സുന്ദരമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരി മാറ്റിയാലോ. ഉണ്ടോ ആവി വേണോ? ബീഫ് ബിരിയാണി റെഡി.
ഞങ്ങളുടെ ബിരിയാണി, ഇന്നത്തെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഇനി ചോറ് മൊത്തം നമുക്ക് മാറ്റാം. യെസ്, അതാണ് അടുത്ത സ്റ്റേജ്. എന്താ അരി ഒന്നും ഒന്നിനോട് തൊടാതിരിക്കുന്നുണ്ടോ? യെസ്, നല്ല അരിയല്ലേ? അപ്പം നമ്മളെ ചോറ് വേണ്ട, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടല്ലോ, അതും കണ്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് കഴിച്ചാലോ? പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനിത് ഉണ്ടാക്കിയിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. പക്ഷെ ഞങ്ങൾ ചെറിയൊരു സന്തോഷം നിങ്ങളെ കാണിച്ചു തരും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് എത്രത്തോളം ശരിയായിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് നമുക്ക് പറയാം. ഉണ്ട് ഇത്രയാണ് ഞങ്ങൾ. അപ്പം മക്കളെ, ഒരു മണിയായി, നമ്മള് ഭക്ഷണം വിളമ്പട്ടെ. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മളെ ഹസ്ബൻഡിന് കൊടുക്കട്ടെ കേട്ടോ. ഹസ്ബൻഡ് വിശന്നിരിക്ക, പാവാണ്. ചൂടാണ് മക്കളെ, ചെറിയ ചൂടുണ്ട്. അപ്പം നമ്മള് നമുക്ക് കുറേ വേണോ? കുറച്ച് മതി. നമ്മുടെ സുടു ബിരിയാണി, സുടു ബിരിയാണി കുറച്ച് മതി, വേണ്ട. ഇതവിടെ നിൽക്കട്ടെ. നമ്മുടെ സുടു പോത്ത്. എന്താ രസം. വീഡിയോയിൽ ഇടാൻ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടും. എവിടെ പോത്ത്? ഇതാ പോത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മളെ എനിക്ക് ഇതാട്ടോ ഇഷ്ടം, എനിക്കിത് ഭയങ്കര ഇഷ്ടം. കച്ചമ്പർ കണ്ടോ. ഇനി കഴിച്ചിട്ട് ഇതാ ഭർത്താവ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും പറയുന്നില്ല. കഴിച്ചിട്ട് എന്നുണ്ട്? അടിപൊളി, ഇഷ്ടമായി എന്ന് പറഞ്ഞേ. നല്ല ബിരിയാണിയാണ് കേട്ടോ, എല്ലാം പാകത്തിന് കൂടിയിട്ടുണ്ട്, മസാല കൂടിയുണ്ട്. പുകയത്തി പറയുന്നു വേണ്ട, ഉള്ള പോലെ പറഞ്ഞാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അടിപൊളി. അപ്പൊ ഇന്ന് ഞങ്ങളെ സൺഡേ സ്പെഷ്യൽ ഇതാണ്. ഞങ്ങൾക്ക് വീഡിയോ എത്രമാത്രം ശരിയായെന്നൊന്നും അറിയൂല, എങ്കിലും ഞങ്ങളുടെ കൂടുതലും വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ വരും. കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്യാം. എനിക്കും വായിൽ വെള്ളം വരുന്നുണ്ട്, മൂപ്പര് കഴിക്കാനുണ്ട്. അപ്പൊ ഞാനും കഴിക്കാൻ പോവാണേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നിങ്ങൾ ക്ഷമിച്ചിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഓക്കെ, ബൈ.